ഞാൻ ഇന്നലെ എത്തി ഡൽഹിന്ന്. അവിടെ തറവാട്ടിലുണ്ട്. ഇനി ഇലക്ഷൻ കഴിയുന്നവർ ഇവിടെ തന്നെ. വൈകിട്ട് വാ, പാർട്ടി ഓഫീസിലേക്ക് വാ, അവിടെ വെച്ച് കാണാം. അല്ല പിന്നെ അച്ഛൻ എങ്ങനെ ഇരിക്കണോ? സുഖാണോ? മരിച്ചോ? 3 കൊല്ലായോ? സോറി, ഞാൻ അവിടെ തിരക്കില്ല, അത് ശ്രദ്ധിച്ചില്ല. നമുക്ക് നേരിട്ട് കാണാം. ആ തങ്കച്ചന്റെ അച്ഛൻ മരിച്ചിട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയണം. അറിയിച്ചിരുന്നു. അപ്പൊ ഞാൻ നോക്കാഞ്ഞിട്ടല്ലേ. പിന്നെ ഡൽഹിയിൽ നിന്ന് 2 ദിവസത്തിന്റെ ഉള്ളിൽ ഫണ്ട് എത്തും. എല്ലാ സ്ഥലത്തും പോസ്റ്ററുകൾ വെച്ചു. ഉറപ്പ്. പിന്നെ നമ്മുടെ ഈ മണ്ഡലത്തിലുള്ള എല്ലാ ലൈറ്റ് ആൻഡ് സൗണ്ടും നമ്മൾ ബുക്ക് ചെയ്യണം. എന്നെ തെറി പറയാൻ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ടാവരുത്. അല്ലേ? പിന്നെ എല്ലാവർക്കും വെള്ളമുണ്ടും ഷർട്ടും വാങ്ങി കൊടുത്തു. ഏലിയാസേ, ഒപ്പുണ്ടാവണം. പിന്നെ തീർച്ചയായിട്ടും. മണ്ടു, ആ കാർത്തിയനോട് കുറച്ച് ചായ എടുക്കാൻ പറ. നമസ്കാരം. നമസ്തേ. ചായയൊക്കെ എടുക്കാം. ആദ്യം കൂളർ വെക്കി. അയ്യോ, എന്താ ഇവിടുത്തെ ചൂട്? എങ്ങനെയാ സഹിക്കണേ? ഈ നശിച്ച നാട്ടിൽ എങ്ങനെ ജീവിക്കണം നിങ്ങൾ? എന്റെ പ്രസാദ്, നിന്നോട് ഞാൻ 3 കൂളർ കൊണ്ടുവരാൻ പറഞ്ഞല്ലേ? എപ്പോ ഞാൻ ഇനി ഡൽഹിക്ക് തിരിച്ചു പോയിട്ടോ? റെഡിയാക്കി തരാന്ന് പറഞ്ഞ ചൂടും കൊതുകും. മോൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, കക്കൂസി പോകാൻ പറ്റില്ല. കൺട്രി ഇന്ത്യൻ ക്ലോസറ്റ്. എടാ, ഒരു ഇലക്ഷൻ കഴിയുന്നവരല്ലേ, ഒന്ന് സഹിക്കേ. ഭായി, കൂളറിന്റെ കാര്യം അച്ഛൻ പറയണ പോലെ ശരിയാക്കി തരാന്ന് പറയാതെ ഇന്ന് ഉച്ചക്ക് ഇവിടെ എത്തിച്ചു തരണം. ഇന്ന് എന്തായാലും എത്തും. ഇവിടെ നിക്കാൻ കഴിയണല്ലോ. ഡൽഹിയിൽ അങ്ങോട്ട് സെറ്റായിട്ട് ഗസ്റ്റ് ഹൗസിലേ. അതെ, ഒരു കാര്യം ചെയ്യാന്ന, കൂളർ വരണവരെ നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്താലോ? AC റൂം എടുക്കാം. നീ എന്താടി ഇത്? എല്ലാ പ്രാവശ്യം ഇലക്ഷൻ വരുമ്പോ ഞാൻ ഇവിടെ അല്ലേ നിൽക്കാറ്. പിന്നെ അത് മാത്രമല്ല, നാട്ടുകാർക്കിടയിലെ ജനിച്ച വീട്, തറവാട്, ബന്ധുക്കള്, നാട്ടുകാര്, അവരൊക്കെ ആയിട്ടുള്ള എന്റെ ബന്ധം അറിയണ്ടേ? അതിന് 1 മാസം ഇവിടെ ശ്വാസം കിട്ടാതെ കിടന്ന് ഞങ്ങള് മരിക്കും. എങ്ങനെയെങ്കിലും തെണ്ടികളോടൊക്കെ വോട്ട് ചെയ്ത് അച്ഛനൊന്ന് ജയിപ്പിക്കാൻ പറ. നിൽക്കാൻ പറ്റാഞ്ഞിട്ടാണ് 1 മാസം. മമ്മി ചുപ്പ് മേലെ പോലെ. അതെ, നീ ഈ നാട്ടുകാരോടൊക്കെ ചെന്ന് സംസാരിക്കണം. അവരായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാവണം. സ്ത്രീകളുടെ വോട്ട് പരമാവധി എനിക്ക് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കണം. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ടല്ലോ സുഖദേട്ടാ. എന്താ സുഖദേട്ട ഇങ്ങനെ പറയണേ? അല്ലെങ്കിൽ ഇപ്പൊ സുഖദേട്ട ജയിക്കാതിരിക്കാൻ പോവാണോ? കൂളറിന്റെ കാര്യം മറക്കരുത്. ഇവനെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അവർക്ക് 10 വയസ്സ് കിട്ടുന്ന നേരമല്ലേ ഇവിടെ അല്ലല്ലോ. ഇവിടെ അല്ല ബേബി, ഞാൻ പാർട്ടി ഓഫീസിലേക്ക് അങ്ങോട്ട് വരാൻ പറഞ്ഞല്ലേ, പിന്നെന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അതല്ല, ഞാനൊരു കാര്യമുണ്ട് പറയാൻ, സംഗതി കാണിച്ചു തരാൻ വേണ്ടിട്ടാണ്. അതായത് മാറ്റം കണ്ട കണ്ണാടിയാ മുഖത്തോണ്ട് നോക്കാൻ. അങ്ങോട്ട് മാറ്. മാറി ചൈനയുടെ പതിലുമായിരിക്കും നിൽക്കുന്നു. മാറി സ്ഥലമില്ല. അവിടെ ഇരിക്കേ. ഇരിക്കാൻ നിലത്തിരിക്കാൻ വയ്യാന്ന്. ഇതെന്താ സാധനം അത്? എന്താടോ ഇത്? ഇത് അങ്ങോട്ട് നീങ്ങില്ല, ഹാങ്ങായിട്ട്. ഞങ്ങളോട് എത്ര പ്രാവശ്യം ഒരു പുതിയ ഫോണൊന്ന് വാങ്ങിത്തരേ. അത് നിങ്ങളെ പറ്റിയിട്ട് ഫോട്ടോ വെച്ചിട്ട് ഒരു ട്രോൾ ഇറങ്ങിക്കുന്നു. എന്താ? ഇലക്ഷൻ സമയത്ത് മാത്രം സ്വന്തം മണ്ഡലത്തിൽ എത്തുന്ന വൈറസ്. അങ്ങനെയൊക്കെ പല ട്രോളുകളും വരും. പക്ഷെ അതിലൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതേ ലൈക്കും ചെയ്തിക്കിന് ഷെയറും ചെയ്തിട്ടുണ്ട്. നിങ്ങളെ മോൻ പ്യാരി അടക്കാണ് ഷെയർ ചെയ്ത്. എടാ, അച്ഛൻ ഇലക്ഷന് നിൽക്കുമ്പോഴേ എതിർ പാർട്ടിക്കാർ പല ട്രോൾ ഇറക്കും. അതിനെതിരെ ട്രോൾ ഇറക്കണ മക്കളെ കണ്ടിട്ടുണ്ട്. ഇത് അച്ഛന്റെ തന്നെ ചവിട്ടണ മകനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ആരേ ബേബി പയ്യ? എനിക്ക് വയ്യായൊന്നുമില്ല. പയ്യെങ്കിലും ഇതൊന്ന് കേക്ക്. ഓരോ MP-മാരും മക്കളെ MLA മന്ത്രിയാക്കാൻ വേണ്ടി സ്വന്തം പാർട്ടി ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണം. അച്ഛൻ എനിക്കൊരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും തന്നിട്ടുണ്ടാ. മുണ്ടി മുറുക്കി കൊടുക്കണം. 10 വിശയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കണല്ലാതെ ഒരു കാര്യമില്ല ഇയാളെ കൊണ്ട്. വീടിന് ഉപകാരമില്ല, നാടിന് ഉപകാരമില്ല. നിന്റെ അച്ഛൻ തികഞ്ഞൊരു രാഷ്ട്രീയ നേതാവാണ്. അച്ഛൻ രാഷ്ട്രീയ നേതാവായിട്ട് മക്കൾക്ക് എന്താ കാര്യം? ഞാനും 18 വയസ്സായ വോട്ടവകാശമുള്ള ഒരു ഇന്ത്യൻ പൗരനാണ്. എനിക്ക് പല പാർട്ടിയിലും ഓഫർ ഉണ്ടെന്ന്. ഞാൻ പോകും. സ്വന്തം അച്ഛന്റെ പേരിലേ ആളാവല്ലേ വേണ്ടത്. ചെറുപ്പം മുതൽ പാർട്ടിയിൽ ഇറങ്ങി പ്രവർത്തിച്ചാണാവണം. അല്ലാണ്ട് വല്ലവരും തന്നെ കൈ നീട്ടിരിക്കും. അച്ഛന്റെ പേരിലല്ല. മേലെ നീ പുറത്തിറങ്ങി എന്റെ കാല് ഞാൻ തല്ലി പിടിക്കും. വോട്ട് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറ്റിച്ചിട്ട് ബേബിയേ, ഇവനെന്തോ ഇങ്ങനെ? പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എതിർ പാർട്ടി ഇതുവരെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചില്ല. ഓരിങ്ങളെ മോനെ ചാക്കിട്ട് പിടിച്ചാൽ നിങ്ങൾ വഷളാവും. അത്
അതേ ഈ ഇലക്ഷൻ കഴിയുന്നവരെ എല്ലാവരുടെ കണ്ണ് അവന്റെ മേലെ വേണം. ഉറപ്പായിട്ടും. പ്രസാദേ, അവന് ഈ വീട് വിട്ട് പുറത്തു പോകാൻ ഒരു അവസരം ഉണ്ടാക്കരുത്. ഞങ്ങൾ നോക്കിക്കോളാം. 2 കണ്ണ് പോരാ ശരിക്ക്. ഇത് വേറെ ആരും അറിയണ്ട. ബേബിയെ, നീ പാർട്ടി ഓഫീസിലേക്ക് വിട്ടോ, ഞാൻ വരാം. ഇവരെല്ലാരും വരണം. വിട്ടോളൂ. സുഗതൻ സാറേ നേതാവേ, സുഗതൻ സാറേ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ. എലിയച്ചേ, ഇപ്പൊ വരും, ഉണ്ണിപ്പോ വരും. ഫ്ലക്സ് എടുക്കാൻ പോയിണ്ടോ? ഇപ്പൊ വരും, ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നമുക്ക് രാത്രി ഇങ്ങോട്ട് വരണോ കേട്ടോ? രാത്രി നമുക്ക് ഒരുമിച്ച് കൊണ്ടേക്കാം. ഒരു 4-5 ഫ്ലക്സ് ഇവിടെ ഉണ്ട് ഇപ്പോ. ഉണ്ണി ഒരാളെയും കൂട്ടി പോയി. വരുന്നുണ്ട്, ഉണ്ണി വരുന്നുണ്ട്. എന്താ അയച്ചോ? അപ്പൊ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് സുഖമായിട്ട് എടുത്ത് പറഞ്ഞേക്കിട്ടോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിൽക്കിട്ടെന്ന് പറഞ്ഞേക്ക്. വെച്ചോ ഒരു വന്ന് നോക്കിട്ട് ആ ചെടിയൊന്നും കളയല്ലേ. ദുഃഖഭാരം ചുമക്കുന്നു ശകുനമാണു ഞാൻ, വിളക്കുമരമേ. തിരിച്ചു വെക്കടാ. എടുത്തു. അപ്പുറം ഒന്നവർക്ക് 2 ഉണ്ടല്ലോ. എന്തൊക്കെ കാണിക്കണത്? കാണുന്ന മാതിരി വെക്കാ. അങ്ങനെ വെക്ക്. അപ്പൊ ഞാനോ എന്തൊക്കെ കാട്ടണ? ഒരു ബോധം കള്ളുടിച്ചിട്ടാണ്ട പണിക്കൊക്കെ പോണങ്ങള്. അവിടെ തല അല്ല ഉണ്ണിയെ. എന്താണ് ഉണ്ണിയത് കഥ? എന്താ കഥ? എന്താ കഥാണോ? എടാ, ഇത് പഴയ ഫ്ലക്സ് അല്ലേ ഇത്? അതെ അല്ലേ? പക്ഷെ സൂതേട്ടൻ മാറുന്നില്ലോ. കൊല്ലത്തിൽ ഇലക്ഷൻ വരുന്നില്ലോ. മൊയ്തുക്ക 5 കൊല്ലത്തിലേക്കല്ലേ. കൂടുതൽ വർത്താൻ പറയണേ. ഇങ്ങോട്ട് നോക്ക്, കൊമ്പൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടോ എന്റെ മേലെ? തേറ്റിയുണ്ട്. അത് ആൾക്കാരെ സ്നേഹം കൊണ്ട് വരക്കുന്നല്ലേ. സ്നേഹം കൊണ്ട്. അതേ, പൊട്ടുംപൊളി പോയി വായിക്കള്. ഇതെല്ലാം വേണ്ടേ? നമുക്ക് പുതിയ ഫ്ലക്സ് വേണം. അതെ, പഴയ ഫ്ലക്സ് ഇലക്ഷൻ കൊണ്ടുത്തരും പൈസ. ഡൽഹിന്ന് പൈസ വന്നിട്ടാ അത് തരൂ. നമ്മളെ പാർട്ടി ആരും പറ്റിക്കൂല. ചെല്ലിട്ടോ. കുട്ടൂസാ, ഞാൻ ഉണ്ടെങ്കിൽ ചെല്ല്. തരുവാടാ. 5 വയസ്സൊക്കെ ഗതിയില്ലാത്ത മാതിരി നിൽക്കുന്നു. അതെ, ഇത് മാറ്റണം. ഉണ്ണി എന്റെ പൊട്ടുംപൊളി ഒന്നും ഇവിടെ നടക്കൂല. ഈ ഫ്ലക്സ് എങ്ങനെയുണ്ടോ ആള് കാണിക്ക കൊണ്ടൊക്കെയത്? എന്റെ മൊയ്തുക്ക അത് കഴുകി വൃത്തിയാല് പുറ്റിയത്തെ പോലെ ഉണ്ടാവും. കഴുകിയ വൃത്തിയാവൂലേ? അത് നേരാണല്ലോ. അത് ശരി. അപ്പൊ പാർട്ടിക്ക് വേണ്ടി പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്താണെങ്കിലേ അതല്ല അവസാറായിക്കണേ. 2 ഫ്ലക്സ് മേടിക്കേണ്ട പൈസ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വീതിച്ചു കൊടുക്കാം. എന്താണ്? പഴയത് കൈയിട്ട് വൃത്തിയാവുമല്ലോ, പുതിയത് പോലെ. അപ്പൊ പുതിയത് മേടിക്കേണ്ട പൈസ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് എടുക്കാം. ഒറ്റ ചവിട്ടാണ്ട് പൈസ ലാഭിക്കണേ. അതൊന്നും പാർട്ടിയിൽ നടക്കൂല കേട്ടോ ഉണ്ണിയെ. എടാ, എങ്ങനെയാണോ സുഖേട്ടന്റെ മുന്നിൽ നിങ്ങനത്തെ വർത്താനൊക്കെ പറയാൻ തോന്നുന്നു എനിക്ക്? അതിന് വേറെ പാർട്ടി പോയി ചേർന്നോണ്ടി. വേറെ പാർട്ടിയൊന്നും പോകാം. അത് നടക്കൂല. നാളെ ഞാൻ തന്ന കായ് കൊണ്ട് നാളെ പോയിട്ട് 2-3 ഫ്ലക്സ് പുതിയത് അടുപ്പിക്കണം. പുതിയ നല്ല ഫ്ലക്സ് അടുപ്പിക്കണം. ഇത് കേക്ക് വൃത്തിയാക്കാൻ വേണം. ഇത് ഇന്ന് രാത്രി വെക്കണം നമുക്ക്. ഈ പോയിട്ട് ആ പൈപ്പ് വർക്ക് പോയിട്ട് ഇപ്പൊ തന്നെ കേൾക്കാം. ചെടുത്ത് കൊടുത്തുണ്ടായിരുന്നു. ചെല്ലേ, ഒന്ന് ഉഷാറായിട്ട് ചെല്ലുണ്ണിയെ. എലക്ഷൻ ഇവിടെ എത്തിക്കണേ. അല്ല സുധേട്ടാ, ഒന്ന് ക്ഷമിച്ചാളി. നമ്മൾ ഉണ്ണിക്ക് പറ്റിയൊരു അവതാ. കയ്യ വൃത്തിയാന്നോ പറയണേ കേട്ടോ. നാളെ നമുക്ക് ഉഷാറ് ഫ്ലക്സ് 2 വേറെ വെക്കാം. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് പിടിക്കണം. അടിച്ചു കൊടുക്കും. ചേർത്ത് പടുക്ക്. കൈകേന്റെ പൈസ കിട്ടുവാ? കേക്കിന്റെ പൈസ എനിക്ക് തരുന്നു. ഇതുകൊണ്ട് വരക്കി എന്നിട്ട് ഉറച്ചുവിടും. കൊമ്പൊക്കെ പോക്ക്. മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പൊ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.